നമ്മുടെ ഇന്നത്തെ വീഡിയോ ലീഗലി മോഡിഫൈ ചെയ്തൊരു സ്വിഫ്റ്റിനെ പറ്റിയാ കേട്ടോ. ഈ കിടക്കുന്നതാണ് ആ മോഡിഫൈ ചെയ്ത സ്വിഫ്റ്റ്. അപ്പൊ അതിന്റെ കിറ്റ് മൊത്തം മാറിയേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട് ബമ്പർ, അതുപോലെ ഹെഡ്ലൈറ്റ്, നമ്മുടെ ഇൻഡിക്കേറ്റർ, മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലോവില് മാറിയിട്ടുണ്ട്. റണ്ണിംഗ് മോഡ് സ്കേറ്റിംഗ് ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടെയിൽ ലാമ്പ് ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ബാക്ക് ബമ്പർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ടെയിൽ ലാമ്പും ഹെഡ്ലൈറ്റും ഈ മിറർ കവർ ഒഴിച്ച് ബാക്കിയെല്ലാം ഫുൾ കിറ്റായിട്ട് വരണം കേട്ടോ. നമുക്ക് ഈ ഹെഡ്ലൈറ്റും മിറർ കവറും അതുപോലെ തന്നെ ടെയിൽ ലാമ്പും ഇത് മൂന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫുൾ സെറ്റ് ആയിട്ട് വരുന്നതാണ്. അലോയ്സ് പെടില്ല. അത് കൂടാതെ ബാക്കിയെല്ലാം ഫുൾ സെറ്റ് ആയിട്ട് വരുന്ന കേട്ടോ. ഇത് പുറമേ ഉള്ള മോഡിഫിക്കേഷൻസ് മാത്രമല്ല, അകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. നമ്മുടെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഡിപ്പ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് മാർബിൾ ഡിസൈനിൽ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. മാർബിൾ ഡിസൈനിലാണ് ഡിപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ പവർ 20 വരുന്ന ഈ പീസ്, അതുപോലെ തന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ സെന്ററിൽ ഈ പീസ്, ഡാഷ്ബോർഡ് സെന്ററിൽ വരുന്ന ഈ പീസ്, അതുപോലെ സെൻട്രൽ കൺസോളിൽ വരുന്ന ഈ പീസ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഡോറിൽ വരുന്ന ഈ പീസ്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലുണ്ട്. അവിടെ മാത്രമല്ല, ബാക്ക് സൈഡിൽ അതുപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാക്കിലും ഈ സ്വിച്ച് വരുന്ന ഭാഗത്ത് ഇവിടെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അത് കൂടാതെ വേറെയും കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ AC വെന്റ്, സെന്ററിൽ വന്നേക്കുന്ന AC വെന്റ് കണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ കയറ്റേക്കുന്നതാണ്. ഇതിപ്പോ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു സെൻട്രൽ ഈ പീസില് ലൈറ്റിംഗ് ഉണ്ടോ, പിന്നെ പല കളറില് ലൈറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഇതിന്. ഇത് അങ്ങനെ എവിടെയും ചെയ്തതായിട്ട് ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അധികം ആരും ചെയ്താൽ വഴിയില്ല. എന്തിന്, നമ്മുടെ കാറിന്റെ കീ വരെ ഇവരെ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്ത് ഫ്രെയിമൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്തേക്കുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ അകത്ത് ഈ മോഡിഫിക്കേഷൻസ് മൊത്തം ചെയ്തേക്കുന്നത് നമ്മുടെ, അതായത് ഡിപ്പിംഗ് അടക്കം കേട്ടോ. ഈ ഡിപ്പിംഗ് അടക്കം എല്ലാം മോഡിഫൈ ചെയ്തേക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ വർക്ക്ഷോപ്പ്, നമ്മുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാർ ഗാഡ്ജറ്റ്സ് എന്ന് പറയും. അവർ പുതിയ സ്റ്റാർട്ട് ചെയ്യിക്കുന്നുണ്ട്, അധികമൊന്നും ആയിട്ടില്ല. അവരുടെ അടുത്താണ് ഈ അകത്തെ കംപ്ലീറ്റ് വർക്കുകളും ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ ഡിപ്പിംഗ് ആണെങ്കിലും എല്ലാ പരിപാടിയും ചെയ്തേക്കുന്ന അവരുടെയാണ്. നമ്മുടെ അത് മാത്രമല്ല, സീറ്റ് ബെൽറ്റിൽ വരെ കണ്ടോ, ഇതൊക്കെ അവിടെ തന്നെ ചെയ്ത കേട്ടോ. ഇതൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ കാർ ഗാഡ്ജറ്റ്സ് തന്നെയാണ്, നമ്മുടെ വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിനുള്ളതാണ്. അപ്പൊ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മോഡിഫൈ പരിപാടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം. സിബിൻ, ആദിത്യൻ, രണ്ടുപേരുണ്ട് തുടങ്ങിയേക്കുന്നത്. അപ്പൊ സിബിയാണ് എപ്പോഴും ഉണ്ടാവുന്ന ആള്. അപ്പൊ ആളിതൊക്കെ സെറ്റിംഗ് ആളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആളുടെ നമ്പറും ആദിത്യയുടെ നമ്പറും ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഇതാണ് അവരുടെ ഷോപ്പ്. അത്യാവശ്യം മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവരെ വിളിക്കാം. നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അവസാനത്തെ നമ്മൾ ഫുൾ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. കണ്ടു തരാം വണ്ടിയുടെ അകത്തൊരു ലുക്ക് എന്ന് പറയുന്നത്. AC ന്റെ നല്ല അടിപൊളി ലുക്കിൽ ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ സബൊക്കെ കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് സൗണ്ട് ഒക്കെ കേൾക്കാനായിട്ട്. സീറ്റ് ബെൽറ്റിന്റെ ലുക്ക് കണ്ടോ, അത്യാവശ്യം ഫുൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ചെയ്തേക്കുന്നത്. നമുക്ക് വണ്ടി പുറമേ കാണാനാണെന്നുണ്ടെങ്കിലും അകത്തോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വരെ കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.